സഹോദരങ്ങളെ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി. 2023 എന്ന ഒരു വർഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയി. 2024 എന്ന പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്തു വെച്ചിരിക്കുകയാണ്. ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞുപോയി, പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്തു വെച്ചിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, ഇതൊരു പുതിയ തുടക്കമാവണം, ഇതൊരു മാറ്റത്തിന്റെ വേളയാവണം, മാറ്റത്തിന്റെ നിമിഷമാവണം. ഏത് മേഖലകളിൽ കച്ചവടങ്ങളാവട്ടെ, പഠനങ്ങളാവട്ടെ, ഏത് മേഖലകളുമായി ബന്ധപ്പെടുന്നവരാവട്ടെ, അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇതൊരു പുതിയ വിജയത്തിന്റെ തുടക്കമാവണം, ജീവിതത്തിലൊരു മാറ്റമുണ്ടാവണം. ഏത് പ്രൊഫഷനായിട്ട് ബന്ധപ്പെടുന്നവരാവട്ടെ, അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റത്തിന്റെ സമയമാണ്. ഈ വർഷം ഒരു വിജയത്തിന്റെ വർഷമായി മാറണം, ഇത് നേട്ടങ്ങളുടെ വർഷമായി മാറണം. വിജയത്തിന്റെ ചവിട്ടടികൾ താണ്ടിക്കിടക്കാൻ ഇതൊരു പ്രചോദനമാവണം. എല്ലാവരും മാറ്റത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, എല്ലാവരും വിജയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ വേളയിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആത്മീയ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആത്മീയ ജീവിതത്തിന്റെ മാറ്റത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും അമൂല്യമായ അനുഗ്രഹമല്ലേ നമ്മുടെ ആയുസ്? അല്ലാഹു നൽകിയ ഏറ്റവും അമൂല്യമായ അനുഗ്രഹമല്ലേ ആയുസ്? ആ ആയുസ്സിൽ നിന്നാണ് ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുന്നത്. ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. 12 മാസങ്ങൾ കൊഴിഞ്ഞു പോയി, 52 ആഴ്ചകൾ, 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി. അല്ലാഹു നൽകിയ ആയുസ്സാണ്, അല്ലാഹു നൽകിയ ആയുസ്സാണ്. ഇതിനെക്കുറിച്ച് നാളെ പടച്ച തമ്പുരാന്റെ പരമോന്നതമായ നീതിപീഠത്തിന്റെ പ്രതിക്കൂട്ടിൽ നമ്മൾ നിർത്തപ്പെടുമ്പോ അല്ലാഹു നമ്മളോട് ചോദിക്കുമല്ലോ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, നാളെ അതിഭീകരമായ പരലോകത്തിന്റെ ഭീകരമായ അവസ്ഥകളെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ്, ലാ തസൂലു ഖദമ ഇബ്ന ആദമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, ആദം സന്തതികളുടെ കാലുകളൊന്ന് ചലിപ്പിക്കാൻ കഴിയാത്തൊരു വേളയുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളായ മനുഷ്യ മക്കൾ മുഴുവനും നാളെ പടച്ച തമ്പുരാന്റെ പരമോന്നതമായ നീതിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു ചാൽ മുകളിൽ സൂര്യഗോളം ഇങ്ങനെ ഉഗ്രതാപത്തോടുകൂടി കത്തിജ്വലിച്ചു നിൽക്കുമ്പോ, തിളച്ചു മറിയുന്ന ചെമ്പിന്റെ തറയിൽ കിടന്നുരുകുമ്പോ, ആ സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ സാധാരണ നമ്മൾ ചൂടുള്ള സമയത്ത് കാലുകളൊന്നും മാറ്റിച്ചു വിട്ടുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, അതിഭീകരമായ പരലോകത്തിന്റെ തിളച്ചു മറിയുന്ന ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകിയാലല്ലാതെ കാലൊന്നും മാറ്റിച്ചു വിട്ടാൻ പോലും സാധിക്കില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 5 ചോദ്യങ്ങളിൽ വളരെയേറെ പ്രധാനപ്പെട്ട ചോദ്യമേതെന്നറിയുമോ? അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്, ആയുസ്സിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, 12 മാസങ്ങൾ നിനക്ക് നൽകിയില്ലേ? 52 ആഴ്ചകൾ നിനക്ക് നൽകിയില്ലേ? 365 ദിവസങ്ങൾ നിനക്ക് നൽകിയില്ലേ? 8760 മണിക്കൂറുകൾ നിനക്ക് നൽകിയില്ലേ? 5,25,600 മിനിറ്റുകൾ നൽകിയില്ലേ? 3,15,36,000 സെക്കൻഡുകൾ നിനക്ക് നൽകിയില്ലേ? അത് നീ എവിടെയാണ് ചെലവഴിച്ചത്? അതെങ്ങനെയാണ് നീ ഉപയോഗിച്ചത്? ഇത്രമേൽ അമൂല്യമായ അനുഗ്രഹത്തെ നീ എന്ത് ചെയ്തടാ? നീ നന്മകൾക്ക് വേണ്ടി ചെലവഴിച്ചോ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ നീ ചെയ്തുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുമല്ലോ. അല്ലാഹു ചോദിക്കും,
ചോദിക്കുമല്ലോ 365 സുബഹികൾ 365 സുബഹികൾ എത്ര എണ്ണം കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ട്? 365 ളുഹർ, 365 അസർ, 365 മഗ്രിബുകൾ, 365 ഇശാ നമസ്കാരം. ഇതിലെത്ര നമസ്കാരങ്ങളാണ് നീ കൃത്യമായി നിർവഹിച്ചിട്ടുള്ളത്? 1825 വക്ത് നമസ്കാരങ്ങൾ ഫറളായ ഒരു വർഷത്തിൽ വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര എണ്ണം കൃത്യമായി നമുക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതിനെ കുറിച്ചെല്ലാം നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്ത് ചോദിക്കപ്പെടുമെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കുഴിഞ്ഞു പോകുന്ന വേളയിലുണ്ടാവേണ്ടത്. അതല്ലാതെ ആഘോഷത്തിമുറുപ്പുകളല്ല, ആഭാസത്തരങ്ങളല്ല, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമല്ല, മോശത്തരങ്ങളല്ല, ധാർമ്മിക പ്രവണതകളല്ല, മദ്യപാനവും വ്യഭിചാരവുമായി പുതുവത്സരരാത്രിയിൽ മോശമായ ആളുകളുമായി കൂടിക്കലർന്നുകൊണ്ടുള്ള അഴിഞ്ഞാട്ടമല്ല. പിന്നെയോ അല്ലാഹു നൽകിയ ആയുസ്സിനെ കുറിച്ചൊരു വിചിന്തനം നടത്തണം. ഹാസിബു ഖബല അൻ തുഹാസബു. നാളെ പടച്ചവന്റെ മുമ്പിൽ നിർത്തപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായി ആത്മീയമായ ഒരു വിചാരണ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിനുള്ള വേളയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാറ്റം നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞു പോയൊരു വർഷം അത് നഷ്ടമാണോ? ആത്മീയപരമായി നോക്കുമ്പോ, ആത്മീയതയുടെ ദർപ്പണത്തിലൂടെ നോക്കുമ്പോ കഴിഞ്ഞ ഒരു വർഷം നന്മയാണോ തിന്മയാണോ? നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ചോദിക്കപ്പെടുമ്പോ അല്ലാഹുവേ, നീ നൽകിയ ഒരു വർഷം നന്മയിലാണ് ഞാൻ ചിലവഴിച്ചത്, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ചിലവഴിച്ചത് എന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ പുതിയൊരു വർഷം കടന്നു വരികയാണ്. അല്ലാഹു പുതിയൊരു വർഷത്തിലേക്ക് ആയുസ് നീട്ടിയിരിക്കുകയാണ്. സമയത്തിന്റെ വില നാം തിരിച്ചറിയണം. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളെയും ചെലവഴിക്കണം. അല്ലാഹു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. അല്ലാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് വേണ്ടി എന്താണ് നീ ചെലവഴിച്ചിട്ടുള്ളത്? എന്താണ് നീ സുരുകൂട്ടിയിട്ടുള്ളത്? നാളെ പടച്ച തമ്പുരാന്റെ പരമോന്നതമായ നീതിപീഠത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ, അബൂനാബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവനുള്ള അബൂനാബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള കോടാനുകോടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു വിചാരണ ചെയ്യുന്ന അതിഭീകരമായ ആ വേളയുണ്ടല്ലോ, അവിടത്തേക്ക് വേണ്ടി, ആ പരലോകം രക്ഷപ്പെടാൻ, പരലോകത്തിന്റെ വിജയത്തിനു വേണ്ടി നീ എന്താണ് നീ സ്വരുക്കൂട്ടിയിട്ടുള്ളത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മാറ്റത്തിന് നാം തയ്യാറാവണം. ആത്മീയതയുടെ ഒരു മാറ്റത്തിന് നാം തയ്യാറാവണം. കഴിഞ്ഞു പോയ ജീവിതത്തിലെ മോശത്തരങ്ങളോട് വിട പറഞ്ഞ് ഇനിയുള്ള വർഷമെങ്കിലും റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നന്മകൾ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കണം, നന്മകൾ ചെയ്യണം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.